നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പണ്ടുകാലത്ത് സ്ത്രീയെ ലക്ഷ്മി ദേവിയുടെ അവതാരമായാണ് കണക്കാക്കിയിരുന്നത്. ഇന്നും അങ്ങനെ കരുതുന്നവരുണ്ട്. സ്ത്രീകൾ സന്തോഷമായിരിക്കുന്ന വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് സാധാരണ പറയുന്നത്. സ്ത്രീകളുടെ സന്തോഷത്തിനായി എന്താണ് ചെയ്യേണ്ടത്? അതിപ്പോ ഭാര്യയായാലും അമ്മയായാലും കാമുകിയായാലും സഹോദരിയായാലും സ്ത്രീ സന്തോഷമായിരിക്കണം. ശാസ്ത്രപ്രകാരം ഭാര്യയ്ക്ക് യഥാർത്ഥ സമ്മാനം കൊടുത്താൽ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുവന്ന വസ്ത്രങ്ങൾ. ഭാര്യയ്ക്ക് ചുവന്ന വസ്ത്രങ്ങൾ സമ്മാനിക്കുക. ഇത് നിങ്ങളിൽ സ്നേഹം മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അഭിവൃദ്ധിയും വർഷിക്കും. ഭാര്യയെ കൂടാതെ വിവാഹിതരായുള്ള മറ്റംഗങ്ങളായ അമ്മ, സഹോദരി എന്നിവർക്കും ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ സമ്മാനമായി നൽകാവുന്നതാണ്. ആഭരണങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. ആഭരണങ്ങൾ ഭാര്യയ്ക്ക് സമ്മാനമായി നൽകുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സ്വർണത്തിന്റെ വില താങ്ങാൻ പറ്റില്ലെങ്കിൽ വിഷമിക്കണ്ട. വെള്ളിയോ അമേരിക്കൻ ഡയമണ്ടോ നൽകാം. വലിയ സമ്മാനങ്ങൾ വാങ്ങാതെ വർഷം മുഴുവനും ചെറിയ ചെറിയ സമ്മാനങ്ങൾ നൽകുക. മേക്കപ്പ് കിറ്റ്. മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളുണ്ട്, മറിച്ച് സിമ്പിളായി നടക്കാൻ ഇഷ്ടമുള്ള സ്ത്രീകളുമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് മേക്കപ്പ് ചെയ്ത് നടക്കാനാണ് ഇഷ്ടം എങ്കിൽ ഒട്ടും വൈകണ്ട, ഒരു മേക്കപ്പ് കിറ്റ് സമ്മാനമായി നൽകിക്കൊള്ളൂ. സിന്ദൂരം, വളകൾ എന്നിവയും സമ്മാനത്തിൽ ഉൾപ്പെടുത്താം. മേൽ പറഞ്ഞതെല്ലാം പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന സമ്മാനങ്ങളാണ്. ഇവയ്ക്കെല്ലാം പുറമെ പണം കൊണ്ട് വാങ്ങാൻ കഴിയാത്ത ഒരു സമ്മാനം നിങ്ങൾക്ക് ഭാര്യയ്ക്കോ കാമുകിക്കോ കൊടുക്കാം. അതാണ് ബഹുമാനം. ഒരിക്കൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് കരുതുന്നവരുണ്ടാകും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, സമ്മാനങ്ങളോ സർപ്രൈസോ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുണ്ടോ? അതിപ്പോ ഭാര്യയായാലും കാമുകിയായാലും സഹോദരിയായാലും ഒക്കെ ശരി തന്നെ. അപ്പൊ ഒട്ടും വൈകണ്ട, ഇന്ന് വീട്ടിലെത്തുന്നത് വീട്ടിലെ സ്ത്രീക്കുള്ള സമ്മാനവുമായിട്ടായിരിക്കണം. ഇനി മേൽ പറഞ്ഞ സമ്മാനമല്ലാതെ മറ്റെന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ അത് വൺ ഇന്ത്യയുമായി പങ്കുവയ്ക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.